ഹായ് എവരി വൺ. അപ്പോൾ നമുക്കിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദിയമനെ കണ്ടുമുട്ടിയിട്ട് 5 വർഷത്തിനുള്ളിലാണോ അതോ ട്വിൻ ഫ്ലെയിം എന്ന വാക്ക് ശ്രദ്ധയിൽപ്പെട്ട് ഇന്നവർക്ക് തുടങ്ങി 5 വർഷത്തിനകമാണോ റീയൂണിയൻ നടക്കുക എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഇതിൽ ശരിക്കും നമ്മൾ ഒരു ട്വിൻ ഫ്ലെയിമായി ജനിക്കുന്ന ഒരു വ്യക്തി ജനിക്കുന്ന ടൈം തൊട്ടൊരു ട്വിൻ ഫ്ലെയിം ആണ്. പക്ഷെ നമ്മൾ അറിയുന്നത് അത് മേ ബി കുറേ ആഫ്റ്റർ ഒരു സെപ്പറേഷന് ശേഷമായിരിക്കാം, അങ്ങനെ ഒന്നുകൂടി മുതിർന്നിട്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും ട്വിൻ ഫ്ലെയിം ജേണിയിൽ അങ്ങനെ ഒരു കണക്ക് ഇത് ഇത്ര കൊല്ലത്തിനുള്ളിൽ അങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ സോള് ഡെസ്റ്റിൻ ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്. ലൈക്ക് ഈ ഒരു സമയത്ത് അവർ സെപ്പറേറ്റഡ് ആവണം, ഈ ഒരു സമയത്ത് നമ്മൾ സോളിന് ഹീലിംഗ് കിട്ടണം, അങ്ങനെ സോൾ ഇവോൾവ് ആവണം, അവർ റീയൂണിയൻ ആവണം, അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഒരു DF സെപ്പറേഷന് ശേഷമാണ് എന്താ അറിയുന്നത്, ട്വിൻ ഫ്ലെയിം ജേണി ആണെന്ന് അറിയുന്നത്. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു മേഖലയ്ക്കാണ് ഞാൻ വന്നത്. ലൈക്ക് എൻ്റെ ലൈഫ് പർപ്പസ് മെഡിസിൻ ഡോക്ടറൊക്കെ ആയി പോകേണ്ടത് ഞാൻ എൻ്റെ സ്റ്റഡീസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എന്നെ സോൾ പർപ്പസ് ചെയ്യാൻ ഇങ്ങോട്ട് ഹീലിങ്ങിലേക്ക് പുഷ് ചെയ്ത് വിടുമായിരുന്നു. ടാരോ എന്ന് ഒരു 3 കൊല്ലങ്ങൾക്ക് മുന്നേ എനിക്ക് അറിയാൻ പോലും ഇല്ല, അങ്ങനത്തെ സംഭവം വേർഡ് ഉണ്ടോയെന്ന് പോലും അറിയാത്ത ഞാൻ ടാരോ റീഡറായി, ഹീലറായി. ഇപ്പോൾ ആൾക്കാർ ഹീൽ ചെയ്യുന്നതാണ് ഡേയിൽ എൻ്റെ ഒരു പർപ്പസ്, സോൾ പർപ്പസായിട്ട് വന്നിട്ടുള്ളത്. അത് തുടങ്ങിയിട്ടുള്ള സോൾ പർപ്പസ് ഇത് ഇനി കൂടി വരും. ഈ ഒരു സോൾ പർപ്പസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് അതൊക്കെ റിലീസ് ചെയ്ത് അത് വർക്കാവാൻ തുടങ്ങിയിട്ടുള്ളത്. ഫിനാൻഷ്യലി സ്റ്റക്കായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തപോലെ ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ടച്ച് വുഡ്. അതുപോലെ കരിയർ, ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെയാണോ ആദ്യം സ്റ്റോപ്പായത്. ഇവിടെ ഹീലിംഗ്, എത്ര പേരെ ഹീൽ ചെയ്യുന്നു, എത്ര പേരെ കർമ്മ റിലീസ് ചെയ്ത് കൊടുക്കുന്നു, അതിലൂടെ നമ്മുടെ കർമ്മ റിലീസിങ് നടക്കുന്നുണ്ട്. പല്ലി ചലിച്ചു റൈറ്റ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഇയർ കണക്ക് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ട്വിൻ ഫ്ലെയിം ഇപ്പോൾ ഇത്ര ഹീൽ ചെയ്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ DF കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ചില DFs എനിക്ക് കുറേ പേർക്ക് ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ പേര് ഞാൻ ഇപ്പോൾ ഒരു 2.5 ഇയർ ഒക്കെ ആയിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത്ര തന്നെ എന്നും എനിക്ക് കുറേ മെസ്സേജസും എൻക്വയറീസും, കുറേ ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതി വരുന്നവരും ട്വിൻ ഫ്ലെയിംസ് വരാറുണ്ട്. കുറേ കാർമ സിറ്റുവേഷൻസ്, അങ്ങനെ പല സ്റ്റേജസിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. കുറേ പേരുടെ സ്റ്റോറീസ്, കുറേ എക്സ്പീരിയൻസസും ഞാൻ കേൾക്കുന്നതും കാണുന്നതുമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ട്വിൻ ഫ്ലെയിംസ് ജേണിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ സ്റ്റക്കാക്കും. റയർ കേസിൽ മാത്രമാണ് ചിലവർക്ക് ആ ഒരു മീൻസ് അവരെ ആ ഒരു കരിയർ സ്റ്റക്കാവാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരിക്കുള്ളൂ. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ വീട്ടിലത്തെ എല്ലാവരും ജോലി ഒക്കെ പോയി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ വേറെ മാർഗ്ഗമില്ല, എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോവുക. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഹീലിംഗ്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. ഞാനിങ്ങനെ യൂണിവേഴ്സ് ചോദിച്ചു തുടങ്ങി, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്, എനിക്ക് മനസ്സിലാവണില്ല, അത്ര സ്റ്റക്ക്. അങ്ങനെ മെഡിറ്റേഷൻസ് തന്നെ മുന്നേ തന്നെ ചെയ്യാറുണ്ട്, ഡീപ്പർ മെഡിറ്റേഷനിലേക്ക് പിന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇൻറ്റ്യൂട്ടീവ്ലി ആണ് എനിക്കിങ്ങനെ ഓരോ ടാരോ വരുന്നതും സെപ്പറേഷൻ ആയതും മീൻസ് ഇതാവുന്നതും ട്വിൻ ഫ്ലെയിം ആണെന്ന് അറിയുന്നതും ട്വിൻ ഫ്ലെയിം വേർഡ് അറിയുന്നതൊക്കെ. അതിന് മുന്നേ ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയി കുറച്ചൊന്ന് ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്നില്ലാത്ത എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ എനിക്ക് വന്നു, സ്പിരിച്വൽ ഫ്രണ്ട്സ്. അവരെങ്ങനെ കണ്ടുമുട്ടിയെന്ന് അതൊക്കെ ഒരു ശരിക്കും ഡിവൈൻലി കണക്റ്റഡ് ആണ്. പക്ഷെ അവർ പോവുകയും ചെയ്തു, അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ല ഇപ്പോൾ. അപ്പോൾ അവരിൽ നിന്നാണ് അങ്ങനെ ഒരു ടോക്കിലാണ് പറഞ്ഞത് ട്വിൻ ഫ്ലെയിം എന്നൊരു വേർഡൊക്കെ പറയുന്നത്. അവരാരും ട്വിൻ ഫ്ലെയിംസ് അല്ല, പക്ഷേ റയർ കേസ് സ്പിരിച്വലി പോകുന്നവരാണ്. ഒരാൾ യോഗ റിലേറ്റഡ് ആണ്, ഒരാൾ ഒരു സ്പിരിച്വൽ ഓഷോൻ്റെ ഫോളോവറൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനത്തെ നോളജസും ഇത്ര ഹീൽഡ് അല്ല, എനിക്കത്ര അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അവരിൽ നിന്ന് കുറേ അറിവുകൾ കിട്ടി. അവിടെ ഡിസ്കസ് ചെയ്തിരുന്ന ട്വിൻ ഫ്ലെയിം വേർഡ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് സോൾമേറ്റാണ് എൻ്റെ അറിവില്ല കേട്ടോ. അപ്പോൾ സോൾമേറ്റ് എന്ന് ഞാൻ കരുതി ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വെച്ചിട്ടാണ്, കുറേ പേര് കേൾക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ വന്നു. നമുക്ക് പിന്നെ ട്വിൻ ഫ്ലെയിം ആണോ എന്നൊക്കെ ഡൗട്ട് വരും. കാരണം നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് വരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. നമ്മൾക്ക്
നമ്മളുടെ ഇവിടെ നടക്കുന്ന പോലെ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളവിടെ പോയി അന്വേഷിക്കാനില്ല, നമ്മളവിടെ പോയിട്ട് എന്താ നടക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ഒന്നും നടക്കുന്നില്ല എന്നാൽ നമ്മൾക്കും ഒരു സ്പിരിച്വൽ അവേക്കനിങ് വന്നപ്പോഴാണ് നമുക്ക് അറിഞ്ഞത്. ഞാൻ അറിഞ്ഞത് എൻ്റെ കാര്യം പറയാം കേട്ടോ. ട്വിൻ ഫ്ലെയിം ആണെന്ന് അറിഞ്ഞതും സ്പിരിച്വലി പോകുന്നത്. സത്യത്തിൽ ഞാൻ ഓരോരുത്തരെ ഹീൽ ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ കർമ്മ റിലീസ് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. എൻ്റെ ലൈഫിൽ ബ്ലോക്കായി നിൽക്കുന്ന കാര്യങ്ങളില്ലേ, ക്യാൻസൽ അത് റിമൂവ് ചെയ്ത് പോകുന്നത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. ഓരോ ദിവസം ഓരോരുത്തർ ഹീൽ ചെയ്യുമ്പോഴാണ് എൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് എനിക്ക് കൂടുതൽ എൻഗേജ് ചെയ്യാനും ഓരോ നിമിഷവും ഹീൽ ചെയ്ത് വരാനും സാധിക്കുന്നത്. അപ്പോൾ ഒരു ഇയർ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയാം. എനിക്ക് മനസ്സിലായത് ഈ ജേർണി വന്നിട്ട് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറയാം. DF മനസ്സിലാക്കി, ട്വിൻ ഫ്ലെയിം ആണെന്ന് മനസ്സിലാക്കിയ DF ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, റിയൽ DFന് ഒരു മടിയില്ലാതെ ഇന്നർ വർക്കിലേക്ക് ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് പുഷ് ചെയ്ത് പോവും. ഇതുപോലെ കുറച്ച് കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതിയിട്ടാണ് വരുന്നത്. എനിക്ക് സമയമൊന്നുമില്ല ഇന്നർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തൊരു ഭാരമായിട്ടൊക്കെ എടുക്കുക. അപ്പോൾ അവർ ട്വിൻ ഫ്ലെയിം അതൊരു വേർഡ് അവർക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജസോ ഒക്കെ വരുമ്പോൾ യൂണിവേഴ്സ് എങ്ങനെയും അവർക്ക് ഒന്ന് വിസ്ഡം കിട്ടണമല്ലോ. ട്വിൻ ഫ്ലെയിം വിസ്ഡം അല്ല, സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി സ്പിരിച്വലി അടുക്കാനും അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ക്ലിയർ ആക്കാനും വേണ്ടിയിട്ട് മേ ബി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിരിക്കും. ഇനി ഇവർ നിരന്തരം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, യൂണിവേഴ്സ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത് വേണം, എനിക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ആവണം, അതിനൊരു വഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് അവർക്ക് ഒരു ചാനൽസ് വഴിയൊക്കെ അവയർനെസ് ഇന്നർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വരുന്നത്. അവരെല്ലാവരും ട്വിൻ ഫ്ലെയിം ആവണമെന്നില്ല. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയും, അവരെ കരിയർ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഇവർ കംപ്ലീറ്റ്ലി ഹീലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഹീലിങ്സും അവരെ ഫ്രണ്ടിൽ വരും. നമ്മൾ ഹീൽ ചെയ്യും, നമ്മളങ്ങനെ ഓരോ ദിവസം ഹീൽ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് നമുക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഹീലിംഗ് ചെയ്യുന്നു. ഭയങ്കര കണ്ടൻ്റായി നല്ല രീതിയിൽ ഈഗോ ഡെത്ത് കംപ്ലീറ്റ്ലി സംഭവിച്ചു കഴിഞ്ഞാൽ DFന് നിങ്ങൾ DM പക്കയായിട്ട് അവിടെ അവേക്കണിങ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവർക്ക് അവേക്കണിങ് പെട്ടെന്ന് നടക്കുക, നമുക്കാണ് കുറച്ച് സമയം എടുക്കുക. കാരണം DMസിന് ഓൾറെഡി ഇൻഡ്യൂട്ടീവൊക്കെ ആയിരിക്കും. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ DM നല്ല ഇൻഡ്യൂട്ടീവാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒരാളെ കണ്ടാൽ തന്നെ റീഡ് ചെയ്യാൻ പറ്റും, മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ആ ഡിസ്റ്റോർട്ടഡ് എനർജി വയ്ക്കുമ്പോൾ തന്നെ അങ്ങനത്തെ എനർജി ഉണ്ട്. അപ്പോൾ ഡിവൈനിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ഇൻറ്റ്യൂട്ടീവ് ആയിരുന്നു. എന്നേക്കാളും ചിലപ്പോൾ ഇൻറ്റ്യൂട്ടീവ് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ അവർക്ക് പെട്ടെന്നാണ് സ്പിരിച്വൽ അവേക്കനിങ് പോലെ നടക്കുക. നമ്മളുടെ ഒരു മുക്കാൽ നടക്കുമ്പോൾ അവർക്ക് അവിടെ തുടങ്ങുന്നു, അവരും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെ കടന്നു പോകുന്നു. ആൻഡ് ദേ വിൽ ഹാവ് ദാറ്റ് ഓൾ ദ ചേഞ്ചസ് എല്ലാ രീതിയിലും വരും. അവർക്കിങ്ങനെ ഡിവൈൻ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ യൂണിയൻ ആവാൻ വേഗം തന്നെ യൂണിയൻ അധികം 10 കൊല്ലം 15 കൊല്ലമൊന്നും ഒരിക്കലും പിടിക്കില്ല. ഞാൻ അറിഞ്ഞിട്ടുള്ള റിയൽ ട്വിൻ ഫ്ലെയിംസിൻ്റെ സ്റ്റോറീസും ഞാൻ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അവരൊരു 3-4 ഇയേഴ്സ് അതിൻ്റെ അപ്പുറം അവർക്ക് എടുത്തിട്ടില്ല. കാരണം അവർ അത്രയും കണ്ടൻറ്റായി അവരിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ചിലർ കംപ്ലീറ്റ്ലി ഈ ജേണി കംപ്ലീറ്റ്ലി വിട്ട് സെൽഫ് ജേണിയിലേക്ക് ഫോക്കസ് ചെയ്ത് പോയവർക്ക് വിത്തിൻ 4 or 5 ഇയേഴ്സിനുള്ളൊക്കെ അവർ റീയൂണിയൻ ആയിട്ട് 3D ഹാർമോണിയസ് യൂണിയൻ ആയവരുണ്ട്. ഞാനിപ്പോഴും ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയും ഏതാണ്ടൊക്കെ സ്റ്റേജസ് എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും ഒബ്സഷൻ ഇല്ലാത്ത സ്റ്റേജാണ്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു റീയൂണിയൻ ഉണ്ടെങ്കിലൊക്കെ ഇല്ലെങ്കില്ല. ഞാൻ എന്നെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് കൂടുതൽ മാക്സിമം എൻ്റെ പാഷൻ എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ഹീൽ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ഒരു മനസ്സിലായത് നമുക്ക് അത്ര കൊല്ലമൊന്നും വേണ്ടി വരില്ല, അത്ര ഇയേഴ്സൊന്നും പിടിക്കില്ല. മീൻസ് ഒരു 4-5 ഇയേഴ്സിനപ്പുറം എന്തായാലും പോവില്ല. ചിലവർ 10 കൊല്ലമൊക്കെ ഒന്നും ഹീലിങ്ങും ചെയ്യണില്ല, ഇന്നർ വർക്ക് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, എന്നിട്ട് ഒരു ചേഞ്ചസും ഇല്ലാതെ ട്വിൻ ഫ്ലെയിം ആണെന്നും പറഞ്ഞിരിക്കുന്നവരും എനിക്കറിയാം. പക്ഷെ അവർക്കത് എത്ര പറഞ്ഞാലും ഒരു മനസ്സിലാവാത്തവരാണ്. അപ്പോൾ അവരവരുടെ ലൈഫ് അങ്ങനെ എന്താ പറയുക വിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലൈഫ് വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അവർ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ലേറ്റർ. അപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 4-5 ഇയേഴ്സ് മാക്സിമം നല്ല രീതിയിൽ ഹീലിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ DMഉം അവേക്കൻഡ് ആകും. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് മാരേജ് ആണോ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ വെച്ചാൽ നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് സോൾ പർപ്പസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ അതിലേക്ക് പോകുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റിയൽ ട്വിൻ ഫ്ലെയിംസിന് എടുത്തെടുത്ത് ഞാൻ പറയുക, റിയൽ DFs ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പ് യൂണിവേഴ്സ് തരും. അതെങ്ങനെയാണെന്ന് നോക്കണ്ട, നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു മുടക്കം, മേ ബി ജോലി പോവാം, അല്ലെങ്കിൽ ജോലി ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം,
കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാനുള്ള ഒരു ഒറ്റപ്പെടൽ സിറ്റുവേഷൻസ് ഉണ്ടാകും. എനിക്കുണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെടുത്തും നമ്മൾ. എൻ്റെ കൂടെ ചില ഫ്രണ്ട്സ് ബോയ്സൊക്കെ പറയും ഇവൾക്ക് പ്രാന്തായി. കാരണം നമ്മുടെ ചെറിയ ഏജിൽ തന്നെ 26 ആണ് എനിക്ക്, 27 ആകുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ഏജിൽ തന്നെ സ്പിരിച്വാലിറ്റി ഒക്കെ വെച്ച് കിളി പോയി എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവർക്കറിയില്ല നമ്മൾ അനുഭവിക്കുന്ന ഇന്നർ പീസ്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ജേണി എന്താണെന്ന് മനസ്സിലാക്കി. അവരൊക്കെ 3D വേൾഡിൽ എന്തൊക്കെയോ നേടാൻ ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ അതല്ല, നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന വിസ്ഡംസാണ്. ഞാൻ എപ്പോഴും മെഡിറ്റേഷൻസിലും യൂണിവേഴ്സിനോട് എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യം, യൂണിവേഴ്സ് എനിക്ക് ധാരാളം വിസ്ഡംസ് വേണം, വിസ്ഡംസ് തരൂ. അറിവാണ്, ജ്ഞാനമാണ് വേണ്ടത്. സോളിന് ജ്ഞാനം കിട്ടുന്നതോറും അത്രയും പ്യുവറായിട്ട് വരിക ചെയ്യാം. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു അഡ്വൈസ്, ഇന്നർ വർക്ക് ചെയ്യുക. ഒരു സ്റ്റേജിൽ കഴിഞ്ഞ് ഞാൻ ഇന്നർ വർക്ക് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് കണ്ടൻറ് സ്റ്റേജിൽ എത്തുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇന്നർ വർക്കായിട്ട് ചെയ്യാറില്ല. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ ജോലിയും ആ ഒരു കണ്ടൻറ് ഫീലിലൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ശരിക്കും വേണ്ടത്. അതിലേക്കാണ് നമ്മൾ എത്തിക്കുന്ന ഓരോ ഇന്നർ വർക്ക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഇവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പേഴ്സണലി മെസ്സേജ് അയക്കേണ്ട. ചിലവർ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹീലിങ്സിൻ്റെ സമയമാണ്. അപ്പോൾ നന്നായിട്ട് ഹീലിങ്സ് ചെയ്യുന്ന സമയത്ത് മെസ്സേജൊക്കെ വരുമ്പോൾ എനിക്ക് റിപ്ലൈ തരാനും ചിലപ്പോൾ നോക്കാനും സമയം കിട്ടിയെന്ന് വരില്ല. പിന്നെ അതൊരു ഡിസ്റ്റർബൻസസ് ആവും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് റീഡിങ്സ് അല്ലെങ്കിൽ ഹീലിങ്സിന് വേണ്ടി മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. വെറുതെ ചുമ്മാ നിങ്ങളുടെ സ്റ്റോറീസ് ആരുടെയൊക്കെ ഷെയർ ചെയ്യണമല്ലോ, ഒരു ഹീലർ ഉണ്ടല്ലോ എന്ന് കരുതി അറിയാതെ ഷെയർ ചെയ്യാനും വരരുത് കേട്ടോ. അതും നിങ്ങൾക്ക് കർമ്മ ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ വേസ്റ്റ് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഡിസ്റ്റൻറ്റ് ഹീലിങ്ങും ടാരോ കോഴ്സ്, ടാരോ റീഡിങ്, അതുപോലെ തന്നെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിൽ കുറേ റിവേഴ്സ് ടെക്നിക്, അതുപോലെ മണി ചെക്ക് ടെക്നിക്, അഡ്വാൻസ് ഹോപ്പനോപ്പനോ ടെക്നിക്സ്, പിന്നെ ക്ലെൻസിങ് മെഡിറ്റേഷൻ ഉണ്ട്, സൂപ്പർ മെഡിറ്റേഷൻസ് അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. റിവർ ഫ്ലോ മെഡിറ്റേഷൻ എന്നാണ് പറയുക. അതിൽ നല്ല രീതിയിൽ ക്ലെൻസിങ്, നിങ്ങളുടെ എത്ര നാളുകൊണ്ട് ഇരിക്കുന്ന ട്രോമാസ് ഫുള്ള് റിലീസ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പവർഫുൾ മെഡിറ്റേഷൻസ് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. 1-to-1 സെഷൻസ്. ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിന് ബുക്ക് ചെയ്യുന്നവർക്ക് ഞാൻ 1 day വിളിച്ച് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ ട്രോമാസും ഇന്നർ ചൈൽഡ് ഇഷ്യൂസൊക്കെ നിങ്ങളെ കൊണ്ട് ചോദിച്ച് എഴുതി, മീൻസ് ഞാനത് നോട്ട് ഡൗൺ ചെയ്ത് അത് വെച്ച് നിങ്ങളെ ഹീൽ ചെയ്ത് റിവർ ഫ്ലോ മെഡിറ്റേഷൻസ് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് ഹീൽ ചെയ്ത് വിടുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറേ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാൻ തരുന്നതാണ്. നല്ല പവർഫുള്ളാണ്, വേണ്ടവർ എടുക്കുക. കാരണം കുറച്ച് കഴിഞ്ഞ് ഇത് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. കാരണം ഞാൻ കുറേ ഇതിലേക്ക് ബിസി ആവുന്നുണ്ട്. എനിക്ക് എൻ്റെ ജേണിയിലേക്ക് കുറച്ച് ടൈം കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു 1-2 months ആണ് കൂടുതലും സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം 2029 ആവും, മീൻസ് 25ലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കരിയർ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ട്രാവൽ ചെയ്യേണ്ടതും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ആ ഒരു സ്പേസ് ഫ്രീനെസ് കിട്ടുമെന്ന് അറിയില്ല. ചേഞ്ചസ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട്. സോ വേണ്ടവർ ഈ സമയത്ത് എടുക്കണമെങ്കിൽ എടുക്കാം. ഒരു നിർബന്ധം പോലെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.